അവധിക്കാലം പ്രമാണിച്ച് എടപ്പാളിലെ സഫാരി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മറൈൻ മിറാക്കിൾ എക്സ്പോ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൻ്റർ സീസണും ധാരാളം മൃഗങ്ങളെയും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് സംഭവങ്ങൾ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വന്ന് കാണുക. ഹിമാലയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഹിമക്കരടിയെയും ആപ്പിൾ കാഴ്ച നിൽക്കുന്ന മരങ്ങളെയും കൂടാതെ മൃഗങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 വരിയിലായി ധാരാളം അക്വേറിയങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വെള്ള കളറിലുള്ള മീനിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് അറിയുന്നവർ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ടൈപ്പിലുള്ള നിരവധി കളർഫുള്ളായിട്ടുള്ള മീനുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പോക്കുള്ള ടിക്കറ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണ്. പക്ഷേ ആ ഒരു 100 രൂപ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത് തീർച്ചയായും നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്നവർക്കും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പുറമേ നിന്നും ആ കാണുന്നത് ഗ്ലാസ് ടണലാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നിരവധി കളർഫുള്ളായിട്ടുള്ള ഫിഷുകളാണ് നമ്മൾ ഈ കാണുന്നത്. കൂടാതെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ധാരാളം അക്വേറിയങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാമായിട്ടും വ്യത്യസ്ത ടൈപ്പിലുള്ള ഈ ഒരു ഫിഷുകൾ, പക്ഷെ അതിൻ്റെ ഒന്നും പേരുകൾ അവിടെ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം. എക്സ്പോയുടെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെയാണ്. ഇത് കൂടാതെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫുഡ് കോർട്ട്, കൺസ്യൂമർ സ്റ്റാള് ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ ഒരു എക്സ്പോ നടക്കുന്നത്. അണ്ടർ വാട്ടർ ടണലിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ കുളിരേകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഈ ഒരു ടണലിനടിയിലൂടെ നടക്കുമ്പോൾ ലഭിക്കുന്നത്. കളർഫുള്ളായിട്ടുള്ള നിരവധി ടൈപ്പിലുള്ള മീനുകളാണ് നമ്മുടെ ഈ ഒരു ടണലിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വർണ്ണ മത്സ്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ടണലിൻ്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ധാരാളം അക്വേറിയങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുട്ടികൾക്കെല്ലാം വളരെയധികം സന്തോഷം ലഭിക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മത്സ്യകന്യകയാണ് നമ്മൾ ഈ കാണുന്നത്. ഫിലിപ്പീൻസ് മത്സ്യകന്യകയാണ് ഇവിടെ ഈ ഒരു എക്സ്പോയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവർ വന്നിട്ട് കുട്ടികളെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മൾ കഥകളിലും മറ്റുമൊക്കെ കേൾക്കുന്ന ഒരു പേരാണ് മത്സ്യകന്യക. പക്ഷേ ഈ ഒരു മത്സ്യകന്യകയെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുത് തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊടുന്ന് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ഈ ഒരു എക്സ്പോ കാണാനായി വന്നിരിക്കുന്ന എല്ലാവരെയും വളരെയധികം അട്രാക്റ്റ് ചെയ്ത ഒരു സംഭവം തന്നെയാണ് മത്സ്യകന്യക. അവർ ഈ ഒരു ചെറിയൊരു അക്വേറിയത്തിൻ്റെ ഉള്ളിലാണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ നീന്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലും കൂടി നമുക്ക് തോന്നുന്നുണ്ട്. പരമാവധി റിസ്ക് എടുത്തുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ ആളുകളെയും ചിരിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ സന്തോഷം നൽകാനായിട്ടും ശ്രമിക്കുന്ന ഒരു മത്സ്യകന്യക തന്നെയാണ് ഇവരെന്ന് പറയണം. ഗ്ലാസിനുള്ളിലൂടെ നീന്തി വരുന്ന മത്സ്യകന്യകയെ അടുത്തുനിന്ന് കാണുമ്പോൾ കുട്ടികളുടെ മനസ്സിനുള്ളിൽ വരുന്ന അത്ഭുതം വളരെ വലുത് തന്നെയാണ്. ദീർഘനേരം ശ്വാസം എടുത്തുകൊണ്ടാണ് മത്സ്യകന്യക ആളുകളെ സന്തോഷിപ്പിക്കുന്നത്. വളരെ റിസ്ക് എടുത്തുള്ള ഒരു പ്രവൃത്തി തന്നെയാണിത്. ഓരോ കുട്ടികളോടും ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്കാണ് മത്സ്യകന്യക വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മത്സ്യകന്യകയോട് ബായ് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കാണ് നമ്മളിവിടെ കാണുന്നത്.